നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അയർലാൻഡിന്റെ കൂടെ 2020-ൽ തുടർച്ചയായ പരാജയം, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലൂടെ 2020-ൽ തുടർച്ചയായി പരാജയപ്പെട്ട് പരമ്പര പരിപൂർണമായി നഷ്ടപ്പെട്ട അവസ്ഥ. ഇവിടെയൊക്കെ ടീം ഇന്ത്യയുടെ മാനേജ്മെന്റിനെതിരെ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. മാത്രമല്ല, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അഴിമതി BCCIയിൽ നടക്കുന്നു എന്നത് തെളിവ് സഹിതം പൊക്കിയിരിക്കുകയാണ്. രാജീവ് ശുക്ല അടക്കം മുൻപ് BCCIയിൽ പ്രധാന പദവികൾ ഇരുന്ന ആളുകളുണ്ട്. ശരത് പവാർ അടക്കം BCCIയുടെ അധ്യക്ഷ പദവി വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ICCയിൽ കൃത്യമായിട്ടുള്ള വലിയ ഒരു പങ്ക് BCCIക്കുണ്ട്. BCCIയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ അമിത്ഷായുടെ മകനായ ജയ്ഷാ നടത്തുന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളെ നിസാരവൽക്കരിക്കാൻ കഴിയില്ല. രാഷ്ട്രീയപരമായി ആണല്ലോ BCCIയുടെ തലപ്പത്തേക്കും ICCയുടെ തലപ്പത്തേക്കും ജയ്ഷായെ പോലൊരാളെ അവിടെ എത്തിക്കുന്നത്. അതല്ല ജയ്ഷായ്ക്ക് പ്രത്യേകമായി ക്രിക്കറ്റ് കളിച്ച് എന്തെങ്കിലും കായിക പാരമ്പര്യമുണ്ടോ, അതല്ലെങ്കിൽ ക്രിക്കറ്റിന് വേണ്ടി എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? ഒന്നും തന്നെയില്ല. ജയ്ഷായെ പോലൊരാൾ അമിത്ഷായുടെ മകൻ എന്ന ലേബലിൽ മാത്രമാണ് BCCIയിലും ICCയിലും കടന്നുകൂടിയത്. എന്നിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിനെ പതിയെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. അമിത്ഷായുടെ കൂട്ടാളികളും എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ പൊതു സ്വത്തിനെ കൃത്യമായി അവർ ദുരുപയോഗിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവായി തന്നെ കണക്കാക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത് വെറുതെയല്ല. BCCIയിൽ നടക്കുന്ന കോടികളുടെ അഴിമതി, IPLുമായി ബന്ധപ്പെട്ട് നടക്കുന്നതിലെ ക്രമക്കേടുകൾ, ഇതിനെയൊക്കെ നിസാരവൽക്കരിക്കാൻ കഴിയില്ല. എല്ലാ വർഷവും നമുക്കറിയാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് നടക്കും. 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. പക്ഷേ ആ ടീമുകളുടെ ബിഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും പലതവണയായി കൺസീൽഡ് ടെൻഡറുകളുടെ പേരിൽ, അതുപോലെ തന്നെ പല തോതുകളിൽ ബിഡിങ്ങുമായി ബന്ധപ്പെട്ട് പല ഏരിയ വൈസ് നോക്കുമ്പോൾ അതിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഇപ്പോഴത്തെ ടീം മാനേജ്മെൻറ്റിനെയും ഇപ്പോഴത്തെ ടീമിനെയും മൊത്തത്തിൽ പരിഷ്കരിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ള സാഹചര്യമാണ്. നമുക്കറിയാം ഫുട്ബോളിൽ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ലോകകപ്പിൽ കളിക്കാൻ ഇന്നേ വരെ യോഗ്യത ലഭിക്കാതിരുന്ന സാഹചര്യം വന്നത്. അതിന് കാരണം പരിപൂർണമായ നാറിയ രാഷ്ട്രീയ കളിയാണ്. ഈ രാഷ്ട്രീയ കളി കൊണ്ട് എവിടെയും എങ്ങും എത്താൻ പോകുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ പരമമായ വളർച്ചയിൽ രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി ആ രാജ്യത്ത് ഇക്വാളിറ്റിയാണ് വേണ്ടത്. BJP ഒരിക്കലും മെയിൻ സ്ട്രീമിലേക്ക് ഒരു പ്രത്യേക മതവിഭാഗത്തെ ഉയർത്തിയെടുക്കാനോ അവരുടെ പ്രതിനിധികളെ അല്ലെങ്കിൽ അവരിൽ നിന്ന് വരുന്ന ആ വിഭാഗത്തിൽ നിന്ന് വരുന്നവരെ ഒരിക്കലും അംഗീകരിക്കാനോ തയ്യാറല്ലാത്തിടത്തോളം കാലം ഇന്ത്യയുടെ വളർച്ച സ്തംഭിക്കും. അത് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് ഇത്തരത്തിൽ BCCIയുടെ ഈ തരത്തിലുള്ള തെറ്റായ തീരുമാനങ്ങൾക്കെതിരെ വരുന്നത്. നമുക്കറിയാം മുഹമ്മദ് ഷമിയെ പോലുള്ള ക്രിക്കറ്റ് കളിക്കാരെ മതത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തുന്ന സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കോലാഹലം, ഇതിനെയൊന്നും നിസാരവൽക്കരിക്കാൻ ഒരിക്കലും കഴിയില്ല.